കരിങ്കൽ ക്വാറി പ്രവർത്തിക്കാൻ അനുവദിക്കരുതെന്ന് ചെറുപുഴ പഞ്ചായത്ത് ഹാളിൽ ചേർന്ന സർവകക്ഷി യോഗം അധികൃതരോട് ആവശ്യപ്പെട്ടു. PWD റോഡ് നശിപ്പിച്ചതിന് ക്വാറി ഉടമകൾക്കെതിരെ കേസെടുക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ദുരന്ത നിവാരണ അതോറിറ്റി ഇടപെടണമെന്നും ലൈസൻസ് സസ്പെൻഡ് ചെയ്യണമെന്നും ജിയോളജി വകുപ്പ് ഇതിനാവശ്യമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും യോഗത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. മുകളിലെ ക്വാറിയിൽ 8ഓളം കൂറ്റൻ കല്ലുകൾ ഇളകിയ നിലയിലാണെന്നും ഇത് പൊട്ടിച്ചു നീക്കാൻ 1 മാസത്തെ സമയം അനുവദിക്കണമെന്നും ജിയോളജിസ്റ്റ് കെ ജഗദീശൻ പറഞ്ഞു. തുടർന്ന് ആവശ്യമായ പരിശോധനകൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, ജിയോളജിസ്റ്റ് KR ജഗദീശൻ, ചെറുപുഴ SI ക്ലിൻ മാത്യു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KD പ്രവീൺ, ലീന വില്യം, പഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാജ് തോമസ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KM ഷാജി, മനോജ് വടക്കൽ, രാജു ചുണ്ട, VR സുനിൽ, രാജഗിരി പൈതൃക സംരക്ഷണ സമിതി പ്രവർത്തകരായ ബിനോയ് മുതുകാട്ടിൽ, ജിജോ പുത്തൻപുരയിൽ, ജെയ്സൺ കുമ്മിണി എന്നിവരും പ്രസംഗിച്ചു. രാജഗിരി ക്വാറിയിൽ അങ്ങനെ ഒരു ദുരന്തമുണ്ടായത്. ആ ദുരന്തമുണ്ടായി സമയം അറിഞ്ഞപ്പോൾ തന്നെ വിവിധ അധികാരികളുമായിട്ട് ഭരണസമിതി ബന്ധപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ തഹസിൽദാർ വന്നിട്ടുണ്ടായിരുന്നു. തഹസിൽദാർ സ്ഥലം സന്ദർശിച്ചു. അപ്പം ജനങ്ങൾക്ക് കൊടുത്ത ഒരു വാക്ക് എന്ന് പറഞ്ഞത്, ജിയോളജിസ്റ്റ് വന്ന് സ്ഥലം സന്ദർശിച്ചതിന് ശേഷം ഇപ്പം നീങ്ങി വന്ന പാറയല്ല നമുക്ക് പ്രധാനം, ഇനിയും 10-50 കൂറ്റ് അതിനേക്കാൾ വലിയ കൂറ്റൻ പാറകളാണ് ആ കോറയിലുള്ളത്. ഞങ്ങൾ എല്ലാവരും കോറയ്ക്കാതെ നടന്ന് കണ്ടതാണ്. അപ്പം അതിനേക്കാൾ വലിയ ദുരന്തമാണ് ഇനി സംഭവിക്കാനിരിക്കുന്നത്. അപ്പോൾ ആ കല്ലുകൾ എങ്ങനെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകാതെ, ഒരു ദുരന്തം ഉണ്ടാകാതെ, ഇനിയും അവർ ദുരന്തം ആവർത്തിക്കാതെ എങ്ങനെ നീക്കം ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളൊരു ചർച്ചയ്ക്കും പഠനത്തിനുമായിട്ടാണ് ജിയോളജിസ്റ്റിനെ ഇന്ന് നമ്മൾ വിളിച്ചിങ്ങനെ ഒരു മീറ്റിംഗ് കൂടെ ചേർത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്ത് നമ്മുടെ എല്ലാം ഭാഗ്യവശാൽ, നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിൻ്റെ ജനങ്ങളുടെ എല്ലാം ഭാഗ്യവശാൽ അത്തരമൊരു വലിയ തലനാഴിലേക്ക് രക്ഷപ്പെട്ടതാണ്. ആ നാട്ടിലെ ജനങ്ങൾ വളരെ ആശങ്കയോടുകൂടി കാണുന്നു. ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതി മൊത്തത്തിൽ ആശങ്കയോടുകൂടി കാണുന്നത്, നിരവധിയായ പാരിസ്ഥിതിക പഠന ആഘാത റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിട്ടും വിവിധ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അത്തരം പ്രദേശത്ത് കോറ പോലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് നിരവധി പഠനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടും എങ്ങനെയാണ് ആ കോറയുടെ പ്രവർത്തനം അവിടെ നിലനിൽക്കുന്നത് ആ ജനങ്ങളോടൊപ്പം ഞങ്ങൾക്കും വളരെ ആശങ്കയുണ്ട്. അത്തരം ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി ഒരു കാരണവശാലും അവിടെ അത്തരം കോറയുടെ പ്രവർത്തനം നടത്താൻ പാടില്ല എന്ന കുറച്ച് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ലൈസൻസ് ഞങ്ങൾ മടക്കിയത്. റിന്യൂ ചെയ്യാൻ വേണ്ടി വന്ന ലൈസൻസ് ഞങ്ങൾ മടക്കിയത്. അപ്പൊ അതിനുശേഷമാണ് ഇത്തരം വലിയ സംഭവവികാസങ്ങളൊക്കെ വീണ്ടും ഉണ്ടായിട്ടുള്ളത്. ഏതായാലും പഞ്ചായത്ത് ഭരണസമിതിയുടെ വീണ്ടും ആ സംഭവത്തിന് ശേഷം ചോപ്പമ്മ ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറി വീണ്ടും കൊടുത്തിട്ടുണ്ട്. ലൈസൻസ് റൂൾ പ്രകാരവും ഇതിലുള്ള ചട്ടങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമേ പഞ്ചായത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് NOC കൊടുത്ത സ്ഥാപനങ്ങളുടെ, നിരക്ഷേപം കൊടുത്ത സ്ഥാപനങ്ങളുടെ അപാകതകളുണ്ടെങ്കിൽ അറിയിച്ച് അവർ ഇത് പരിശോധിച്ച് അപാകതകളെ പൊരുത്തപ്പെടുത്തി തുറന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് സാധാരണഗതിയിൽ ചെയ്തു വരുന്നത്. ഏതായാലും ഇത്തരണത്തിൽ ഇന്നലെ വലിയൊരു അപകടത്തിന്റെ ഇതാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഒരു ഗ്രാവിറ്റി, അതിന്റെ ഫോട്ടോ എടുത്ത് ഇഷ്ടപ്പെട്ടുള്ള എനിക്ക് സംഭവം മനസ്സിലായി. 2 പ്രധാനപ്പെട്ട കൂറ്റൻ കല്ലുകൾ റോഡ് നടുക്ക് വന്ന് കിടക്കുകയാണ്. അപ്പോൾ ജോസ്ഗിരി രാജഗിരി റൂട്ടിലോടുന്ന ഞാൻ പറഞ്ഞു തന്നത്, അതൊരു ബൈക്ക് അതിന് മുമ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് വില്ലേജ് ഓഫീസർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം വലിയൊരു അപകടത്തിൽ നിന്ന് നമ്മുടെ നാട് മുക്തമായി അതൊരു കാര്യം. പക്ഷേ നമ്മൾ രണ്ടാമത് ചിന്തിക്കേണ്ടത്, ഇനി എങ്ങനെയാണ് ഈ അപകടമില്ലാതെ അത് ക്ലിയർ ആക്കി എടുക്കുക എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. നമ്മൾ രാവിലെ ഇവിടെ എല്ലാവരും കൂടെ വട്ടം കൂടി നിന്നിട്ട് സംസാരിച്ചുകൊണ്ട് രാവിലെ വൈകുന്നേരം വരെ സംസാരിച്ചുകൊണ്ടിരിക്കലുണ്ടാവും. പിന്നെ അതുകൊണ്ടാണ് തഹസിൽദാരോട് സംസാരിച്ച് ജിയോളജിസ്റ്റ് സാറേയോട് വിളിപ്പിച്ചതും സാറിന്റെ അഭിപ്രായത്തിൽ സാറ് നോക്കിക്കണ്ടതിനനുസരിച്ച് 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന്, ഈ റോഡിൽ കിടക്കുന്ന കല്ലുകൾ അത് ക്ലിയർ ആയിട്ട് ഡിസ്പോസ് ചെയ്യും. മുകളിലേക്ക് റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് തന്നെ കളക്ടർ അറിഞ്ഞിട്ടുണ്ട്, പക്കാ റിപ്പോർട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓണറെ കൊണ്ട് തന്നെ അത് ഡിസ്പോസ് ചെയ്യേണ്ട നടപടികൾ നമുക്കത് ചെയ്യിപ്പിക്കാം. ഇത് രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മുകളിൽ കിടക്കുന്ന ഈ 8-10ഓളം കല്ലുകൾ, അത് ബലക്ഷയമുള്ള കല്ലുകൾ അവിടെ കിടക്കുന്നുണ്ട്. അത് ഭയങ്കര ഡേഞ്ചറായിട്ടാണ്. അപ്പം അത് എങ്ങനെ മിനിമം ഡിസ്ട്രക്ഷനിലൂടെ അത് ചെയ്ത് അത് കുഴി വെട്ടി കൂടുകയോ അങ്ങനെ ക്ലിയർ ആക്കി എടുത്തില്ലെങ്കിൽ ഈ വരുന്ന മഴക്കാലത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. ഇപ്പൊ ഈ വന്ന നാട്ടുകാരെല്ലാം അതിന്റെ
ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അപ്പം സാറിന്റെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നമുക്കത് ആവശ്യമാണ്, അത് ക്ലിയറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കല്ലുകൾ ഡിസ്പോസ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു അഭിപ്രായമാണ്. അപ്പോൾ അതേപോലെ തന്നെ PWD അതേപോലെ തന്നെ KSEB ഇവരുടെ പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസുകൾ എടുക്കേണ്ടതായിരുന്നു. അപ്പം അതിന്റെ ഒരു പരാതി, പഞ്ചായത്തിന്റെ ഒരു പരാതി നമ്മുടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുതരിക. അപ്പൊ അതിൻ്റെതായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. പക്ഷെ അതിനു മുമ്പ് ഈ റോഡ് ക്ലിയറാക്കി എടുക്കുക എന്നുള്ള ആ ഒരു അജണ്ട വെച്ചുകൊണ്ട് തന്നെ എത്രയും ക്രിയാത്മകമായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് ഈ യോഗം അവസാനിപ്പിക്കും. വന്ന് സൈറ്റ് സന്ദർശിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാമൂലം അവരോട് ആവശ്യപ്പെട്ടതാണ് അതിന് കേസ് കൊടുക്കണമെന്ന്. ഇതുവരെയായിട്ടും കേസ് കൊടുത്തിട്ടില്ല എന്ന് അറിയുമ്പോൾ തന്നെ അതിന് മനസ്സിലാക്കുന്നത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ പക്ഷത്തല്ല നിൽക്കുന്നത് എന്നൊരു അഭിപ്രായമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊന്ന്, ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതെല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കോറയാണ്. അവിടെ ജനങ്ങൾക്ക് ഈ പറയുന്ന അപകടങ്ങൾ ഉണ്ടാകും എന്നുള്ളത് എൻ്റെ പ്രസ്ഥാനവും അവിടുത്തെ ജനങ്ങളും അല്ലെങ്കിൽ ഈ പഞ്ചായത്തും ഇവിടുത്തെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പറയുന്ന പോലെ തന്നെ എൻ്റെ പ്രസ്ഥാനം ഇതിനു മുമ്പും പല ഡിപ്പാർട്ട്മെന്റുകൾക്കും ബഹുമാനപ്പെട്ട ഈ സാറിരിക്കുന്ന ജിയോളജിസ്റ്റ് അടക്കം ഞങ്ങൾ രേഖാമൂലം പരാതികൾ കൊടുത്തിട്ടുള്ളതാണ്. ഇത് എനിക്ക് കൂട്ടിച്ചേർക്കാത്ത കാര്യം 24 ഈ ദുരന്തത്തിന് ഉത്തരവാദിത്തം യഥാർത്ഥ ജിയോളജി ഡിപ്പാർട്ട്മെന്റ്. അതിനൊരു കാരണം 24 എന്ന കാരണം 24 ഇപ്പോൾ ഈ പഞ്ചായത്ത് ഓഫീസ് സർവകക്ഷി 5 ഡിപ്പാർട്ട്മെന്റിനെ ഇവിടുത്തെ പഞ്ചായത്ത് രാജഗിരി കോറ സംബന്ധിച്ച് പഠന റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി എഴുതുകയും പഠന റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവർ 5 ഡിപ്പാർട്ട്മെന്റ് ആ പ്രദേശത്തിന് താഴത്തായിട്ട് താമസിക്കുന്ന ആളുകളുടെ ഭയാനകമായ അവസ്ഥയിലാണ് അവർ ഓരോ ദിവസം കിടന്നുറങ്ങുന്നത് മഴക്കാലം. സാർ, ഞാൻ ചോദിക്കട്ടെ, ഈ ചെങ്കുത്തായ ഈ സ്ഥലത്ത് എന്തടിസ്ഥാനത്തിലാണ് സാറേ അവിടെ നിങ്ങൾ ഈ ജിയോളജി അങ്ങനെ ഒരു കോറ പ്രവർത്തിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്? ഒരു സാധാരണക്കാരന് ഒരു വീട് വയ്ക്കാൻ 2 3 ടിപ്പർ മണ്ണെടുത്ത് മാറ്റാൻ പോലും ജിയോളജി അനുവാദം കൊടുക്കാത്ത സ്ഥലത്ത് ആയിരക്കണക്കിന് ലോഡ് മണ്ണല്ലേ സാറേ ആ ചെങ്കുത്തായ സ്ഥലത്ത് യാതൊരുവിധ മാനദണ്ഡവും ഇല്ലാതെ ഒരു കൈവരി പോലും അല്ലെങ്കിൽ ഒരു തട പോലും ഇല്ലാതെ ആ മണ്ണ് മുഴുവൻ അവിടെ തട്ടിട്ടിടുന്നു. ഇന്നലെ ഉരുണ്ട് വന്നിട്ടുള്ള ഒരു പാറ, ആ പാറ എന്തോ ഒരു ദൈവത്തിൻ്റെ ഒരു കരസ്പർശം പോലെ അവിടെ തടഞ്ഞു നിന്നില്ലെങ്കിൽ ഇന്നത്തെ സ്ഥിതി എന്താണ്? നമ്മൾ ഇന്ന് ഇവിടെ കൂടി ഇവിടെ ഈ വിഷയം സംസാരിക്കണം. നമ്മുടെ ആ രംഗത്തുണ്ടാവേണ്ട ആളുകളാണ്. ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. അവർക്ക് ഈ പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അത് തന്നെയാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ട് ഇവിടെ പറയാനുള്ളത്. എങ്കിലും ഏതാണ്ട് 8 9 ഏതാണ്ട് ഈ കോറ ഒരു വലിയ അപകടകരമായ ഒരു സംഭവമാണ്. ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ അതിനെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കുകയും പോരാട്ടങ്ങൾ നയിക്കുകയും ഇവരെയൊക്കെ പിന്തുണയോടെ പ്രവർത്തിക്കുകയും ചെയ്ത ഒരു സംവിധാനം എന്നുള്ള നിലയിൽ, പ്രദേശവാസികളുടെ ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഇന്ന് അവിടെ തഹസീൽദാരുടെ നേതൃത്വത്തിൽ ഇന്നലെ ഉണ്ടായ ദുരന്തത്തെ തുടർന്ന് തഹസീൽദാരുടെ നേതൃത്വത്തിൽ പരിശോധന വരികയും ആ പരിശോധനയിൽ അവിടെ ഇടിഞ്ഞു വീണ മലയുടെ ചെരുവിൽ വലിയ ഭീകരമായ അപകട സാധ്യതയോടെ നിലനിൽക്കുന്ന കല്ലുകൾ എങ്ങനെ നീക്കം ചെയ്യാം എന്നുള്ള ചർച്ച അവിടെ നടന്നപ്പോൾ അത് തീരുമാനിക്കാനുള്ള അതോറിറ്റി ജിയോളജി അല്ലേ, അവർ വന്നിട്ട് അത് സംബന്ധിച്ചുള്ള ശാസ്ത്രീയമായ തീരുമാനമെടുത്ത് അത് സംബന്ധിച്ചുള്ള തീരുമാനം നടപ്പാക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ പൊതുവായി ജനങ്ങളും ഇവിടെ വന്ന ജനപ്രതിനിധികളും എല്ലാവരും കൂടെ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമാണ് ബഹുമാനപ്പെട്ട ജിയോളജിസ്റ്റ് ഇന്ന് അവിടെ വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ അദ്ദേഹം പോയി കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും അതിൻ്റെ അപകട കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ജനങ്ങൾ എടുക്കുന്ന തലത്തിലേക്ക് അല്ലെ അവരെ അങ്ങനെ നയിക്കുന്ന തലത്തിലേക്ക് സമിതിയെ സംബന്ധിച്ച് നീങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുള്ള അവസരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരായിട്ട് നടത്തുകയും ചെയ്യരുത്. ഇതുവരെയൊക്കെ സംഭവിച്ചു. ഇനി നമുക്കതിന് ന്യായമായ രീതിയിൽ പരിഹാരം ഉണ്ടാക്കി എന്താണെന്ന് വെച്ചാൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കും. ആ മുകളിൽ നിന്നുള്ള പാറ ഒരു കാരണവശാലും ചെരുവിൽ നിൽക്കുന്ന പാറ വെടിവെച്ചുകൊണ്ട് നീക്കം ചെയ്യരുത്. ഇതെന്തോ കുഴി കുത്തിയോ അതല്ലെങ്കിൽ രണ്ട് കുഴിക്കോ അല്ലെങ്കിൽ ഇറ്റാച്ചി ഉപയോഗിച്ച് മോളിപ്പോയോ അത് കുഴി കുത്തി ആ കുഴി അതിൽ കല്ലിട്ട് മൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം. കാരണം വെടി പൊട്ടിയാൽ ഇത്രയും നിരുത്തരവാദിത്വപരമായ പെരുമാറിയ ഒരു സ്ഥാപനം ഉടമ അവിടെ പോയി ഇനി വെടിവെച്ചാൽ അവർക്ക് വേറെ ബാധ്യതയൊന്നുമില്ല. അതിൽ നിന്നൊരു ചീളോ കല്ലോ തെറിച്ചാൽ ആ ചെരുവിൽ
തെറിച്ചാൽ താഴെ നിൽക്കുന്ന ഇന്നലെ സംഭവിക്കാത്ത ദുരന്തം അത് മതി സംഭവിക്കുക. അതുകൊണ്ട് ഒരു കാരണവശാലും ആ ചെരുവിൽ ഏത് നിമിഷവും താഴോട്ട് വീഴാൻ തയ്യാറായി കിടക്കുന്ന പാറകളിൽ തൊടുമ്പോൾ അവിടെ സ്ഫോടനം നടത്തുന്ന ഒരു നിലപാട് ബഹുമാനപ്പെട്ട ജിയോളജിസ്റ്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകരുത്. അതല്ലാത്തുള്ള നിർദ്ദേശങ്ങളായിരിക്കണം അങ്ങയുടെ ഭാഗത്തു നിന്ന് ടെക്നിക്കലായിട്ട് അവർക്ക് കൊടുക്കേണ്ടത്. അത് ആര് ചെയ്താൽ കൊടുക്കേണ്ടതെന്നാണ് നമുക്ക് ഒന്നാമത് പറയാനുള്ളത്. പിന്നെ അതാണ് നമ്മുടെ ഈ യോഗത്തിന്റെ പ്രധാന വിഷയമെങ്കിലും ഇവരൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് സാറിന് മുമ്പായി ഒരു കാര്യം ചോദിക്കുകയാണ്. നമുക്കറിയാം ഈ കോടതിയുടെ ബഫർ സോൺ ഒരിക്കലും കയ്യേറാൻ പാടില്ല.